കൂടെ ആളുകൾ 2, 3 ആയിട്ട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ 100 ആൾ അപ്പുറത്തുള്ള സമയത്താണ് 10 ആൾ ഇവിടെ. അതാണ്. അത് പിന്നെ ഒരു 10ഉം അത് വളർന്ന് പിന്നീട് 100 ഒക്കെ ആയിട്ടും 100ൻ്റെ മീതായിട്ടും പിന്നീട് മാറി. പക്ഷെ ആ മാറ്റത്തിന് വേണ്ടി 4-5 കൊല്ലെടുത്തു. ആ കൊല്ലത്തിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ അനുഭവിച്ചിട്ടുള്ള പല സന്ദർഭത്തിലും അടിപിടി ഉണ്ടാകാറുണ്ട്. ബഹിഷ്കരണം, അത് എല്ലാ രീതിയിലും ഉണ്ട്. ഒരുവിധം ആളുകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാനസികമായിട്ട് വലിയ പീഡനം വരും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ആവേശം കാര്യമായിട്ട് അങ്ങനെ നിന്നുപോയി. ഇതാണ് ആദ്യകാലത്തെ പ്രവർത്തനമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് ജനങ്ങളുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ ചെല്ലുന്ന വീട്ടുകാരും ഇങ്ങോട്ട് കിടക്കണ്ടെന്നൊക്കെ പറയും. കാരണം അവർക്ക് പേടിയാണ്. കമ്മ്യൂണിസ്റ്റുകാർ വീട്ടിൽ വന്നു പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ വന്നു എന്ന് മറ്റുള്ളവർ ചോദിക്കും. അതാണ് ആ കാലം. അത്ര വലിയ എതിർപ്പായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്. കോൺഗ്രസിനോടും ഇത്. മുസ്ലിം മജ്ലിസ് എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ അവർ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ ലീഗിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ആ കാലത്ത് മലപ്പുറം ജില്ലയിൽ. പി മൃഗോയ 3 പ്രസംഗത്തിൽ സ്റ്റേജിൽ കയറി കസാലിയിലിരുന്ന് അപ്പം തന്നെ എണീറ്റ് പോയി. കൂക്കി അറുത്തിട്ട് ഇതില്ല. പോലീസെല്ലാം ഇടപെടലുണ്ട്. പോലീസ് ലീഗിന് അനുകൂലമാണ് അന്ന് അക്കാലത്ത്. അത്ര വലിയ ഇതായിരുന്നു അത് ഒരു ഇന്നത്തെ ലീഗുകാരല്ല അന്ന്. അന്നത്തെ ലീഗുകാർ വളരെ ആത്മാർത്ഥമായിട്ട് ഇസ്ലാം മതത്തിനേക്കാളും ലീഗിനെ സ്നേഹിച്ചിരുന്ന ആളുകളാണ്. പാകിസ്ഥാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളത് തെറ്റിദ്ധരിച്ച ആ രീതിയിലുള്ള വരെ പ്രസംഗം ഇതൊക്കെ ആണ്. അപ്പോൾ KC അബൂബക്കർ മൗലവി തുടങ്ങിയിട്ടുള്ള ഈ മൗലവിമാരാണ് മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ ഒരു പ്രാസംഗികൻ എപ്പോഴും ഉണ്ടാകുക. അത് ഖുർആൻ ആയത്തും ഹദീസും ഓദിച്ച് അതിൻ്റെ അർത്ഥം അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. അത്ര വലിയ ഇതായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെക്കാളും ആക്രമണം മുസ്ലിം മജ്ലിസുകാർക്കാണ് അന്ന് ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ പടിപടിയായിട്ട് മാറി പിന്നെ ഏതാണ്ട് തുല്യമായി. അടിപിടി ഏതാണ്ട് സമാസമം എത്തുന്നൊരു സ്ഥിതി വന്ന് പിന്നാടി നിർത്തി. അതായി. ഇപ്പോഴുള്ള ലീഗുകാർ അത്തരക്കാരല്ല. അവർ സംഗതിയൊക്കെ അവർക്കറിയും, ലീഗിൻ്റെ പൊള്ളത്തരമൊക്കെ. പക്ഷേ അതാണ് ഇതിനൊക്കെ നല്ലത് എന്നുള്ളത് മനസ്സിലാക്കി ലീഗ് കൂടിയിട്ടുള്ളതാണ്. അത് മറ്റേ അന്നത്തെ ലീഗുകാർ അഴിമതിക്കാരല്ല, ശുദ്ധന്മാരാണ്, നല്ല മനസ്സാണ്. പക്ഷേ ഇത് ഇസ്ലാം മതമാണ് മുസ്ലിം ലീഗ് എന്നുള്ള മട്ടിലാണ് ഒരു കണ്ടിരുന്നത്. അതാണ് അന്നത്തെ ഒരു സ്ഥിതി.